ചില വിദഗ്ധന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലേക്ക് പലപ്പോഴും സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഉദ്യോഗസ്ഥവൽക്കരണം, ബ്യൂറോക്രാറ്റൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് പലപ്പോഴും തടസ്സമായി നിന്നിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ അഭിപ്രായം ഉയർന്നു വരുന്നത്? ആ അഭിപ്രായം ശരിയില്ല എന്നുള്ളതിന് ഭാരതം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെയാണ് അത് മറിച്ച് പറഞ്ഞിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അഡ്വൈസേഴ്സ് ആരൊക്കെയായിരുന്നു? മുഴുവൻ ICSകാരായിരുന്നു. KPS മേനോൻ, HVR അയ്യങ്കാർ, HM പട്ടേൽ, അതുപോലുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. നെഹ്റു അവരെ ഇംപ്ലിസിറ്റായിട്ട് വിശ്വസിക്കുകയായിരുന്നു. അങ്ങ് പറഞ്ഞ രീതിയിൽ ഇവരെല്ലാം, അതും ഏറ്റവും ഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു പീരീഡ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്ന കാലഘട്ടമാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. ആ നിർണായകമായ ഘട്ടത്തിൽ, ആ ക്രിട്ടിക്കൽ മൂമെൻറ്റിൽ ഇതുപോലുള്ള ബ്യൂറോക്രാറ്റുകൾ മാത്രമാണ് ഇന്ത്യയുടെ നയ പരിപാടികൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ നെഹ്റു അവരെ തുടരാൻ അനുവദിക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ പോലെ ആവർത്തിച്ച് പറയട്ടെ, നമ്മുടെ പല മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഒന്നും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവമില്ല. എന്ന് മാത്രമല്ല, നെഹ്റുവിൽ നിന്ന് നമ്മൾ എത്ര വളരെ ദൂരെ പോയിരിക്കുന്നു എന്ന് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നെഹ്റുവിനെ പോലെ കറകളഞ്ഞ ഒരു ജനാധിപത്യവാദിക്ക്, പട്ടേലിനെ പോലെ 100% എ മാൻ ഓഫ് ദ പീപ്പിൾ എന്ന് പറയാമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന് ഈ ബ്യൂറോക്രസി അക്സെപ്റ്റബിൾ ആയിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ടത് മറിച്ച് ചിന്തിക്കണം? അച്യുതമേനോൻ എന്തിനാ ദൂരെ എങ്ങും പോകണ്ട? നമ്മുടെ അച്യുതമേനോൻ, കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി എന്ന് ആരും സമ്മതിക്കുന്ന അച്യുതമേനോൻ ഈ ബ്യൂറോക്രാസിനൊക്കെ ഉപയോഗിച്ചില്ല. അദ്ദേഹം എന്തെല്ലാം വലിയ കാര്യങ്ങളാണ് നേടിയത്. എനിക്കൊരു വലിയ സിദ്ധാന്തമുണ്ട്. സ്വതന്ത്ര ഭാരതത്തിന് ജവഹർലാൽ നെഹ്റു എന്തായിരുന്നു, അതാണ് കേരളത്തിന് അച്യുതമേനോൻ. ഞാൻ പറഞ്ഞ ICS, IAS രംഗത്തൊക്കെ സുഖകരമായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം പലരും പ്രവർത്തന രംഗത്തേക്ക് റിട്ടയർമെൻറ്റിന് ശേഷം ഇറങ്ങുകയുണ്ടായിട്ടുണ്ട്. സർവീസിലിരിക്കുമ്പോൾ ഇപ്പോഴും ഇതുപോലെ നിർഭയമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള ശ്രീ CP നായർക്ക് എന്തുകൊണ്ടാണ് റിട്ടയർ ചെയ്തതിന് ശേഷം പൊതുപ്രവർത്തന രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഇറങ്ങാനുള്ളൊരു വൈമനസ്യമുണ്ടായത്? രാഷ്ട്രീയ രംഗത്ത് ഞാൻ ഒട്ടും ശോഭിക്കില്ല എന്ന് എനിക്കറിയാം. അത് ഒരു നല്ല ഗുണമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഫ്ലെക്സിബിലിറ്റി, ഒരുമാതിരി എന്താ പറയുക, മലയാളം നല്ല പെട്ടെന്നൊരു മലയാളം കിട്ടുന്നില്ല, വഴങ്ങാനുള്ള ഒരു സന്നദ്ധത എനിക്ക് തീരെ കുറവാണ്. എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കറുപ്പും വെളുപ്പും മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഗ്രേ നിർണ്ണയം ഇല്ല. ശരിയാണ്. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് തീരുമാനം തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. എന്നെ ഓവർ റൂൾ ചെയ്തോട്ടെ, പക്ഷേ എൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കും എന്ന് കരുതിയുള്ളൂ. എന്നല്ലാതെ അത് ഗവൺമെൻറ്റല്ലേ പറഞ്ഞു, ഗവൺമെൻറ് തീരുമാനമല്ലേ, ഞാൻ ഇതിനെതിരായിട്ട് നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരിക്കലും ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. അല്ല, പക്ഷേ രാഷ്ട്രീയ രംഗത്ത് ഏറെ കുഴപ്പങ്ങളുണ്ടാകുന്നു എന്ന് പൊതുവെ അഭിപ്രായമുണ്ടായിരിക്കുന്ന ഒരു പരിസ്ഥിതിയിൽ ഒരു തിരുത്തൽ ശക്തി എവിടെ നിന്നെങ്കിലും അതിൽ കടന്നുകൂടേണ്ടതല്ലേ? തിരുത്തൽ ശക്തി വരുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയാണ്. അത് ഉദ്യോഗസ്ഥന്മാർ, ഈ ഓഫീസ്, അങ്ങ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഓഫീസേഴ്സ് ടേൺ പൊളിറ്റീഷ്യൻസ് എത്ര പേര് വിജയിച്ചിട്ടുണ്ട്? ഒരു HV കമത്ത്, ഒരു പട്ടേൽ എന്തായിരുന്നു? പട്ടേൽ വാസ് ഒരു ശരാശരി മന്ത്രിയായിരുന്നു. പട്ടേൽ വാസ് എ ബ്രില്യൻ സിവിൽ സർവൻറ്റ്, ഒരു തർക്കവുമില്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു പട്ടേൽ. പക്ഷേ പട്ടേലിനെ പിടിച്ച് മൊറാർജി ദേശായി മന്ത്രിയാക്കി. അദ്ദേഹം TT കൃഷ്ണമാചാരിയെ പോലുള്ള അല്ലെങ്കിൽ ജോൺ മത്തായിയെ പോലെ, ഷൺമുഖൻ ചെട്ടിയെ പോലെ, മൻമോഹൻ സിംഗിനെ പോലെ ഇവരെയൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ പട്ടേൽ ഒന്നുമല്ല. അതുപോലെ വേറെ അശോകമിത്ര, CD ദേശ്മുഖ് ഒരു എക്സെപ്ഷനായിട്ട്, ഞാനീ പറഞ്ഞ പൊതു നിയമത്തിന് നല്ലൊരു എക്സെപ്ഷനാണ് CD ദേശ്മുഖ്. IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിലെ പ്രവർത്തനം തുടരുമ്പോൾ രാഷ്ട്രീയക്കാരിൽ നിന്നുള്ള തടസ്സങ്ങൾ മൂലം പ്രതിസന്ധിയിലെത്തിയ ഘട്ടങ്ങൾ എത്ര? ഒരിക്കലും ഒരു വലിയ ഭാഗ്യമായിട്ട്, അത് എൻ്റെ മിടുക്കുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയും ആ വകുപ്പിലെ IASകാരനായ സെക്രട്ടറിയും തീരുമാനിച്ചാൽ ആ വകുപ്പിൽ അഴിമതി നടക്കുകയില്ലെന്നിരിക്കെ അങ്ങനെ ഒരു സെക്രട്ടറിയും ഒരു മന്ത്രിയും തമ്മിൽ യോജിക്കാവുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഇതേവരെ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ധാരാളം ഉണ്ടായിട്ടുണ്ട്. അച്യുതമേനോൻ്റെ കാലം എടുക്കാം. നമ്മുടെ കേരള ചരിത്രത്തിലെ സുവർണ്ണകാലം ഞാൻ കരുതുന്ന ഒരു പീരീഡാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലം. അച്യുതമേനോൻ്റെ കാലത്ത് ഞങ്ങളൊക്കെ ഏതാണ്ട് അഡീഷണൽ സെക്രട്ടറിമാർ വളരെ സീനിയർ തരത്തിലുള്ളവർ, മന്ത്രിമാരെല്ലാം വളരെ പ്രഗത്ഭന്മാരായിരുന്നു. ശ്രീ MN ഗോവിന്ദൻ നായർ, ശ്രീ TK ദിവാകരൻ, ശ്രീ TV തോമസ്, ശ്രീ CH മോഹൻ, അവരെ പോലുള്ള മന്ത്രിമാരായിരുന്നു. ശ്രീ KM മാണി. അപ്പോൾ അന്ന് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ബന്ധം അതുപോലായിരുന്നു. അഴിമതി എന്ന വാക്ക് പോലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മുഖ്യമന്ത്രിയാണ് മുകളിലിരിക്കുന്നത് അറിയാം. അച്യുതമേനോനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാർക്ക് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടായിരുന്നു. അച്യുതമേനോൻ്റെ കാലത്ത് വളരെ സീനിയറായ 2 ഉദ്യോഗസ്ഥന്മാരെ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ സീനിയറായ 2 IAS ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു അഴിമതിയുടെ പേരിൽ. അപ്പോൾ അതൊരു മാതൃകയായിരുന്നു. പിന്നീട് ആ ഒരു ധൈര്യത്വം, അതിനുള്ള ഇച്ഛാശക്തിയും ധൈര്യവും പിന്നുള്ളവർ കാണിച്ചിട്ടില്ല.
എവിടെയാണ് ഈ അഴിമതിയിലേക്കുള്ള ഒരു വഴിത്തിരിവ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായത്? അതിന് പ്രലോഭനം. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് ഭരണത്തെ മാത്രമല്ല നമ്മുടെ സമൂഹ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ്. ഒന്നുകിൽ അധികാരം അല്ലെങ്കിൽ പണം.